മാരുതിയെക്കുറിച്ചാണ്. മാരുതി സുസുക്കി നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വാഹനം, പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം. ഇപ്പോഴും പാസഞ്ചർ കാറുകൾ എടുക്കുകയാണെങ്കിൽ 50%-ലധികം മാർക്കറ്റ് ഷെയർ കൈയാളുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. ഈ മാരുതിയെക്കുറിച്ച് ശരിക്കൊന്ന് പഠിക്കുമ്പോഴാണ് മാരുതിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, ആ നെറ്റ്വർക്കിൽ ആവശ്യമുള്ള തരത്തിലുള്ള ഡീലേഴ്സ് ഉണ്ടാവുക, കറക്റ്റ് ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ എങ്ങനെയാണത് ഉണ്ടാക്കുക? അവിടെയാണ് മാരുതിയുടെ ഈ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-3.5 വർഷം നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ മാരുതി ഇന്ത്യയിലൊട്ടാകെ അക്വയർ ചെയ്തിരിക്കുന്നത് 118 ലാൻഡ് പാഴ്സൽസ് ആണ്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 118ഓളം വലിയ ലാൻഡുകൾ ഇവർ എക്വയർ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട്. എന്തിനാണ് ഇത്രയധികം ലാൻഡ് മാരുതി എക്വയർ ചെയ്തിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, ലാൻഡ് അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലാൻഡ് ഹോൾഡ് ചെയ്യുകയും ഒപ്പം തന്നെ ഡീലർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഡീലേഴ്സിന് ഇത് റെൻറ്റിനോ ലീസിനോ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കമ്പനി ഓൺഡ് ആയിട്ടുള്ള ഡീലർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രിമൈസസ്, ഡീലർഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആക്കുക, അസറ്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കുക, കമ്പനിയുടെ വാല്യുവേഷൻ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് മാരുതിയുടെ വണ്ടർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ട് മാരുതി ഓട്ടോ ബിസിനസ്സിൽ മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മാരുതിക്ക് ഇപ്പോൾ തന്നെ വലിയ ഒരു നെറ്റ്വർക്കുണ്ട്. 3000-ലധികം ഷോറൂമുകൾ അവർക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പുതിയതായിട്ട് തുടങ്ങിയ ഏകദേശം 300ഓളം നെക്സ ഔട്ട്ലെറ്റുകളുമുണ്ട്. അതിൻ്റെ ഒപ്പം പല സർവീസ്, എനിക്ക് തോന്നുന്നു 2000-ലധികം സർവീസ് സെൻറ്ററുകളും മാരുതിക്ക് ഓൺ ആയിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും 10,000 ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാർഗറ്റുമായിട്ടാണ് മാരുതി മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ മാരുതി സുസുക്കി മറ്റുള്ള പല ബ്രാൻഡുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഇവരൊരു സാധാരണ കമ്പനിയാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ബാക്ക് എൻഡിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെയാണ്, നല്ല പൊസിഷനിങ്ങിൽ തന്നെയാണ് മാരുതി സുസുക്കി മുന്നോട്ട് പോകുന്നത്. ഏകദേശം 30ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽസും അവരുടെ പ്ലാനിങ്ങിലുണ്ട്. പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസ് അടക്കമുള്ള പുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരുപാട് വാഹനങ്ങൾ മാരുതിയുടേതായിട്ട് വരാനിരിക്കുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 50%-ൽ കൂടുതൽ എന്നുള്ളത് ഒരുപക്ഷെ അത് 70%-ൽ കൂടുതലോ 80% നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്കുള്ള മറ്റൊരു ഓട്ടോമേക്കറും ഇന്ത്യയിലില്ല. മാത്രമല്ല ഇന്ത്യക്കാർക്ക് ഇത്രയധികം വിശ്വാസമുള്ള ഓട്ടോമേക്കേഴ്സും വേറെ അധികം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല കംപ്ലൈൻറ്റുകൾ ഉണ്ടായാൽ, ഒരു കാറ് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അതിന് വരാൻ സാധ്യതയുള്ള മെയിൻ്റനൻസ് എക്സ്പെൻസുകൾ, റിക്കറിങ് എക്സ്പെൻസുകൾ എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ സർവീസ് അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ബ്രാൻഡുകളൊക്കെ മേടിക്കുമ്പോൾ നമ്മളുടെ ആദ്യത്തെ പേടി എന്താ? പ്രോപ്പറായിട്ടുള്ള സർവീസ് നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുമോ എന്നുള്ളതാണ്. എന്നാൽ മാരുതിയെക്കുറിച്ച് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ മാരുതിയുടെ സ്ട്രാറ്റജിക് റോഡ് മാപ്പിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, സർവീസ് ടച്ച് പോയിന്റുകൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഹൈ പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യം കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികം സർവീസ് ടച്ച് പോയിന്റുകൾ മാരുതിക്ക് വേണ്ടി വരാൻ പോകുന്നു. ഒപ്പം തന്നെ കമ്പനി ഓൺഡ് ആയിട്ടുള്ള ഡീലർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഈ 118 ലാൻഡ് മാസുകളിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും വരാൻ പോകുന്നു. അതിൻ്റെ ഒപ്പം 30ഓളം ഡിഫറെൻറ്റ് മോഡൽസ് കൂടിയാവുമ്പോൾ 2030 വളരെ വലിയ ഒരു ശുഭപ്രതീക്ഷയോടാണ് മാരുതി സുസുക്കി നോക്കിക്കാണുന്നത്. ഒരു പക്ഷേ ഇനി മാരുതിയുടെ കാലമായിരിക്കാം അടുത്ത ലെവൽ കാറുകളിലേക്ക്. ഇത്രയും കാലം അതിമനോഹരമായിട്ടാണ് അവർ നെക്സ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം അവരുടെ കുറച്ച് നെക്സ്റ്റ് ലെവലിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബ്രാൻഡുകൾ വന്നപ്പോഴേക്കും, കാറുകൾ വന്നപ്പോഴേക്കും അവർ മാരുതിയുടെ സാധാരണ അറീന ഷോറൂമുകളിൽ നിന്ന് മാറിക്കൊണ്ട് അവർ ആ ബ്രാൻഡ് ഇമേജ് അതിനെ ബാധിക്കേണ്ട എന്നുള്ള, അതായത് ഒരു ചെറിയ ഇക്കോണമി കാറിൻ്റെ ബ്രാൻഡ് ഇമേജ് ഈ ഒരു പ്രീമിയം കാറിനെ ബാധിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള നെക്സ ഷോറൂമിലേക്ക് മാറുകയും അവരുടെ പൊസിഷനിങ് വളരെ തന്ത്രപരമായി മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു പ്രീമിയം കാറുകളെല്ലാം നമുക്ക് ലഭ്യമാവുക നെക്സ ഷോറൂമുകളിൽ നിന്നാണ്. അപ്പം മാരുതി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ബ്രാൻഡിനെ വളരെ മനോഹരമായ ഒരു പൊസിഷനിങ്ങിലൂടെ പതുക്കെ
വളരെ നല്ലൊരു ട്രാൻസിഷനിലൂടെ ഒരു പ്രീമിയം ബ്രാൻഡാക്കി പതുക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ നമുക്ക് കൂടുതൽ പ്രീമിയം കാറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ മൈൻഡിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു മാരുതി ഷോറൂമിൽ ഒരു പ്രീമിയം കാർ കിടക്കുന്നത് കണ്ടാൽ മേടിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇനി അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാരുതി മനോഹരമായി അതിൻ്റെ സ്ട്രാറ്റജിയെ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോമേക്കറും റിയൽ എസ്റ്റേറ്റ് ഭീമനമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ മാരുതി സുസുക്കി.